ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിൻസ്മാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ശ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പോണത് ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിട്ട് കിടക്കുമ്പോഴായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ഇതുപോലത്തെ 4 വലിയ പൊട്ടറ്റോസ് എടുക്കാം. ഈ പൊട്ടറ്റോസ് നമുക്ക് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. തൊലി കളഞ്ഞെടുത്ത ശേഷം നമ്മൾ ഈ ഒരു പൊട്ടറ്റോസ്, അതായത് 4 പൊട്ടറ്റോസ് നമുക്ക് വെള്ളത്തിലൊന്ന് മുക്കി വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തൊലി കളഞ്ഞ ശേഷം നമ്മൾ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കളർ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ മുക്കി വെക്കണത്. അതിനുശേഷം നമുക്ക് ഈ പൊട്ടറ്റോസൊക്കെ നമുക്കൊന്ന് 2 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അളവിനനുസരിച്ച് നമുക്കിതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ പൊട്ടറ്റോസും നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത പൊട്ടറ്റോസൊക്കെ നമുക്ക് ഇതുപോലെ വെള്ളത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞോളാം, ചിലപ്പോൾ കളർ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഒരു വെള്ളത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ എല്ലാ പൊട്ടറ്റോസും നമ്മൾ അതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ വെള്ളത്തിൻ്റെ കളർ മാറാൻ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള സ്റ്റാർച്ചൊക്കെ പുറത്തേക്ക് ഇളകി വന്നതാണ് ആ ഒരു കളർ മാറാൻ കാരണം. അതിനുശേഷം ഞാനിപ്പോൾ ഒരു ഡവറിൽ നല്ല രീതിയിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത പൊട്ടറ്റോസൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇട്ട് വെച്ചാൽ ആ ചൂടുവെള്ളത്തിലിട്ട് വെച്ച പൊട്ടറ്റോസൊക്കെ നമുക്ക് ഇനി തണുത്ത വെള്ളത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊട്ടറ്റോസൊക്കെ നമുക്കൊരു തുണിയിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ കിച്ചൺ പേപ്പർ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലേക്കോ മാറ്റിയിട്ട് നമുക്ക് ഈ പൊട്ടറ്റോയിലുള്ള വെള്ളമൊക്കെ നമുക്കൊന്ന് വലിച്ചെടുത്ത് കളയണം. നമ്മിങ്ങനെ ഈ ഒരു ടവലിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പേപ്പറിലേക്കോ മാറ്റി വയ്ക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരുമിച്ച് കൂട്ടായിട്ട് ഇടരുത്. നമ്മൾ ഇതുപോലെ പല ഭാഗത്തായിട്ട് വിടർത്തി ഇട്ടിട്ട് വേണം നമ്മിനകത്തെ വെള്ളം മുഴുവൻ കളഞ്ഞെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ച് നമുക്ക് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. ചൂടാക്കി എടുത്തിട്ട് കാര്യമില്ല, നല്ല രീതിയിൽ തിളയ്ക്കണം. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസിന് തയ്യാറാക്കി വെച്ച് ഈ ഒരു പൊട്ടറ്റോ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ പൊട്ടറ്റോസ് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് 2 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. 2 മിനിറ്റ് കൂടി പോകാൻ പാടില്ല, ഒരു 1.5-2 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിലുള്ളതൊക്കെ വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ രണ്ടാമത് പിന്നെ വറുക്കാനിടുന്നതാണ്. ഈ രണ്ടാമത് വറുക്കാനിട്ടേക്കുന്നത് നമ്മൾ ഒരു 10-12 മിനിറ്റത്തോളം നമ്മളിതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ്, നമുക്ക് ഒരു ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ടി വരും. ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കി വന്നപ്പോൾ ഒരു ഇച്ചിരി മൂപ്പ് കൂടിപ്പോയി. ബട്ട് കുഴപ്പമില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ സാധാരണ പുറത്തുനിന്ന് വാങ്ങണ ആ ഒരു അത്രയും കിട്ടില്ലെന്നുണ്ടെങ്കിലും ബട്ട് അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഇതിനൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ കളറിനൊക്കെ ഇത്തിരി വേരിയേഷൻ ഉണ്ടാവും, പക്ഷേ നമുക്ക് ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത്ര ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇവിടെ അവസാനിക്കേണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ എല്ലാ ഫ്രണ്ട്സിനും ബൈ.